സംഘടന അമ്മയുടെ ഓഫീസിൽ തൊഴിൽ പീഡനം എന്ന് പരാതി. ഓഫീസ് മാനേജറായിരുന്ന യുവതിയുടെ പരാതിയിൽ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ട്രഷറർ ഉണ്ണി ശിവപാലിനെതിരെയും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുവതി രംഗത്തെത്തി. വിവരങ്ങളുമായി SS ശരൺ ചേരുകയാണ്. ശരൺ, നമുക്ക് ഈ താര സംഘടന അമ്മയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വാർത്തകളും പ്രത്യേകം ശ്രദ്ധ നേടാറുണ്ട്. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിന് പിന്നാലെ ഉണ്ടായ ലൈംഗിക ആരോപണങ്ങൾ, പ്രധാനപ്പെട്ട ആളുകൾ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും മോഹൻലാൽ അടക്കമുള്ള ആളുകൾ രാജിവെച്ചു പോകുന്നു, പിന്നീട് തലപ്പത്തേക്ക് സ്ത്രീകൾ വരുന്നു. എന്നിട്ടും ഇത്തരത്തിലുള്ള പരാതികൾ എന്തുകൊണ്ടാണ് അവസാനിക്കാത്തത്? ശിവാസ്, താരസംഘടനയായ അമ്മ ഇതിനു മുൻപും പലതവണയും വിവാദത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തവണ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരനെതിരെയും ട്രഷററായ ഉണ്ണി ശിവപാലിനെതിരെയുമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അമ്മയുടെ ഓഫീസിലെ മാനേജറായിരുന്ന യുവതിയാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകുകയായിരുന്നു. അതിൽ പ്രധാനമായി പറയുന്നത് ഈ സംഘടനയുടെ ട്രഷററായ ഉണ്ണി ശിവപാൽ തന്നോട് മോശമായി പെരുമാറി. ഇതിനെ തുടർന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരനെ താൻ ഇത് അറിയിച്ചിരുന്നതാണ്. പക്ഷേ അങ്ങനെ അറിയിച്ചെങ്കിലും അവർ ഇത് ഇടപെടുകയോ നടപടിയെടുക്കുന്നതിന് പകരം തന്നെ ശകാരിക്കുകയാണ് ചെയ്തത്. ഇതോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോനെ അറിയിച്ചതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും കുക്കു പരമേശ്വരൻ ഭീഷണിപ്പെടുത്തിയതായും ഈ യുവതിയുടെ പരാതിയിലുണ്ട്. ഒപ്പം തന്നെ താൻ മാനേജറായിരുന്ന സമയത്ത് സാമ്പത്തിക തിരിമറി നടന്നു എന്ന് ഉള്ള വ്യാജ ആരോപണം രണ്ടുപേരും ഉന്നയിച്ചു എന്നുള്ള പരാതി കൂടിയാണ് യുവതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇത് സംബന്ധിച്ചുള്ള പരാതി അത് നോർത്ത് പോലീസിന് കൈമാറുകയും നോർത്ത് പോലീസ് ഇതിൽ കേസ് എടുക്കാനുള്ള നടപടികൾ അതിനെക്കുറിച്ചുള്ള ആലോചനയിലുമാണ്. ഇന്ന് ഉച്ചയോടുകൂടി യുവതിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് പ്രധാനമായും പറയുന്നത് കേസ് എടുക്കുന്നതിന് മുൻപ് ഈ ആരോപണത്തിന്റെ ഈ പരാതിയുടെ വാസ്തവം എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. ആ പരിശോധനകൾക്ക് ശേഷമായിരിക്കും കേസ് എടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക.